ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റായിരുന്നു. നോക്കാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ട് ഉണ്ടാവും, അപ്ലിക്കേഷൻ ഓർ യൂസസ് ഓഫ് ഫണ്ട് ഉണ്ടാവും. ഫണ്ട് എവിടെ നിന്ന് വരുന്നു, അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോഴ്സ് ഓഫ് ഫണ്ടും അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട്. അതിൽ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ, റൈസിങ് ഓഫ് ലോൺ, ഇതൊക്കെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഫണ്ട് വരുന്നതാണ്. ഇൻഫ്ലോ ഓഫ് ഫണ്ടാണ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഫണ്ട് വരും. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, റീഫണ്ട് ഓഫ് ടാക്സ്, ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ എന്ന് നമുക്ക് കിട്ടും. ഡിക്രീസ് ആണെങ്കിൽ സോഴ്സും, ഇൻക്രീസ് ആണെങ്കിൽ അപ്ലിക്കേഷൻസും ആയിരിക്കും. അതിൻ്റെ പേയ്മെൻറ്റുകൾ നോക്കാം. അപ്ലിക്കേഷൻ റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, പേയ്മെൻറ്റ് ഓഫ് ലോൺ, പർച്ചേസ് ഓഫ് അസറ്റ്, ഇതൊക്കെ അപ്ലിക്കേഷൻസാണ് ഫണ്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് നോർമലായിട്ട് അവിടെ കിട്ടുന്ന പ്രോഫിറ്റ്, അത് നോർമൽ പ്രോഫിറ്റ് ആയിരിക്കില്ല. ആ പ്രോഫിറ്റിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും ഒഴിവാക്കിയിട്ടുള്ള യഥാർത്ഥ സോഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് അടുത്ത് നോക്കുന്നത്. ഇതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അതല്ലാതെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിലുമാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം, ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാം. രണ്ട് മെത്തേഡിൽ കണ്ടുപിടിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിലും പ്രോഫിറ്റ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലും. ഈ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ കൂടെ, അതായത് ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ കൂടെ ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യുകയും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ലെസ് ചെയ്യുകയും ചെയ്താൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കാം, നോൺ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ നോൺ ക്യാഷ് ഐറ്റംസുകൾ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും നോൺ ക്യാഷ് ഓർ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകങ്ങൾ അവിടെ നിന്ന് ലെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക. അതിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ്, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻസ്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, പാറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക് റിട്ടേൺ ഓഫ്, പ്രൊവിഷൻ ഫോർ ടാക്സ്. ഇതൊക്കെ സാധാരണഗതിയിൽ നോൺ ക്യാഷ് ഐറ്റംസ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. സാധാരണ ബിസിനസ് സ്ഥാപനത്തിൽ വരാത്ത എക്സ്പെൻസുകളാണ് ഇതൊക്കെ. ഇതിൽ ഫണ്ട് വരികയോ ഫണ്ട് ഇൻഫ്ലോയോ അൺഫ്ലോ ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റിൻ്റെ കൂടെ തിരിച്ച് ആഡ് ചെയ്യുന്നത്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ. ഇനി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ഫിക്സഡ് അസറ്റ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ, ഇതൊക്കെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. ഇതൊക്കെ പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, ലെസ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ്, ബിസിനസ് സ്ഥാപനത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഈ നോൺ ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ക്യാഷ് ഐറ്റംസ് ആഡ് ചെയ്യുകയും നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ലെസ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കിട്ടും. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ശരി. ഇവിടെ നോക്കാം, ഫ്രം ദ ഫോളോയിങ് പ്രോഫിറ്റ്ലെസ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്. നിങ്ങളോട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാം പ്രോഫിറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം. പ്രോഫിറ്റ് 44,400 ഉണ്ട്. ഇതിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യണം. അപ്പോൾ സാലറി സാധാരണ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. റെൻറ്റ്, പ്രിൻറ്റിങ്, സ്റ്റേഷനറി നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ഇതൊക്കെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. ഇത് പ്രോഫിറ്റിൻ്റെ കൂടെ തിരിച്ച് ആഡ് ചെയ്യാം. ഇനി ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് ലെസ് ചെയ്യുകയും ചെയ്യണം. ഇത് ആഡ് ചെയ്യുക, ഇത് ലെസ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കിട്ടും.
ഇത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അതിൻ്റെ ആൻസർ നോക്കാം. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ആദ്യം നിങ്ങൾ പ്രോഫിറ്റ് എടുത്തെഴുതുന്നു. ബാക്കി വരുന്ന ഡിപ്രീസിയേഷൻസ്, ഗുഡ് വില്ല്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, പ്രൊപ്പോസ് ഡിവിഡൻഡൊക്കെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം പ്രോഫിറ്റ് എടുത്തെഴുതി, ഡിപ്രീസിയേഷൻ, ഗുഡ് വില്ല് റിട്ടേൺ ഓഫ്, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊപ്പോസ് ഡിവിഡൻഡ്. അപ്പോൾ 84,300 കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ലെസ് ചെയ്യണം? പ്രോഫിറ്റ് ഓഫ് സെയിൽ ഓഫ് ഫർണിച്ചർ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് രണ്ടും ലെസ് ചെയ്താൽ നിങ്ങൾക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കിട്ടും. അപ്പം പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ലെസ് ചെയ്താൽ നിങ്ങൾക്ക് ബാലൻസ് ഫിഗറായിട്ട് എന്ത് കിട്ടും? ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കിട്ടും. വളരെ സിമ്പിളാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.